സമസ്യ നീ ഇങ്ങോട്ട് പറഞ്ഞോണ്ടാ ഇവിടെ വീട്ടിൽ നിന്ന് ബോറടിക്കുന്നു. എന്നാ പുറത്തൊന്ന് കറങ്ങാം. ജൂലി കുഴപ്പമൊന്നുമില്ല. ആ ആ ഇവിടെ ഇപ്പൊ വിളിക്കാതെ. ആ ശരി. എന്തോ മലയാളി വേടാ പെട്ടെന്ന് ഓടി വേടാ. അല്ലെങ്കിൽ വേടാ. എന്തോ മലയാളി ഇവിടെ കറണ്ടിനും വെള്ളത്തിനും പണം അടയ്ക്കണ മലയാളി ജൂലിമ കളിക്കല്ലേ. എന്തോന്ന് മലയാളി വെള്ളടാ എടാ അണക്കെട്ട് വഴി വരെ പോലെടാ വെള്ളം ഒഴി പറഞ്ഞത്. നിനക്ക് കാണാൻ സമാനം പറഞ്ഞത്. നിനക്ക് വല്ല ഇറങ്ങണോടാ. എടാ നീ ഈ വീട്ടിൽ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടാ? ഇതിനുണ്ടാ ഈ നശിപ്പിക്കാനായിട്ട് വന്ന് കയറി. എത്ര ആൾക്ക് ഇറങ്ങി പോകാൻ പറഞ്ഞാൽ ഇറങ്ങി പോകൂല. എന്നെ ഇറങ്ങി പെടാൻ കണ്ടുപോയത്. എന്തോന്ന് മലയാളി പറയണത്? കുറച്ച് വെള്ളം പോയാലാണ് ഇങ്ങനെയൊക്കെ പറയണത്. എന്റെ കണ്ടുപോയി കേട്ടോ. 3 നേരം വെട്ടി ഒഴുകി തേരാപ്പാര കറങ്ങി നടക്കും. ഒരു ഉപകാരം ഞാൻ അവിടെ നനയ്ക്കാൻ വേണ്ടി തുറന്നു വിട്ടല്ലേ. ഇവിടെ തുറന്നു വിടണത് അല്ലടാ. കള്ളം പറയല്ലേ. അവൻ പൈപ്പ് അടയ്ക്കാൻ മറന്നു പോയിട്ട് കള്ളം പറഞ്ഞടാ. അതിനെ അടയ്ക്കുമല്ല. അടയ്ക്കുന്നത് അതിന് അടയ്ക്കാൻ പറഞ്ഞാ പോരെ. ഇങ്ങനെ വഴക്ക് പറയണം. എന്തിന് ഞാൻ പോകൂല. പോകൂല. ഫ്രെഡി എന്തിനിങ്ങനെ വഴക്കുണ്ടാക്കുന്നത്? വേലക്കാരനെ സ്ഥാനത്ത് നിർത്തണം. ചുമ്മാ തല കയറ്റി വെക്കരുത്. എങ്കിൽ ഇങ്ങനെ ഇരിക്കും. എന്താ കാര്യം? ഒരു ഭാഗം പറഞ്ഞു കേൾക്കുന്നുണ്ട്. കണ്ടാ പൈപ്പിൽ വെള്ളം തുറന്നു വിട്ടണ്ട. കണ്ടാ ഇത്ര വെള്ളം പോയാലാണ് എന്നെ ഇത്രയും വഴക്ക് പറഞ്ഞത്. പിന്നെ എത്ര വെള്ളം പോണോടാ? അതിനാണ് ഇത്രയും വഴക്ക് പറഞ്ഞത്. നീ ഇതൊന്നും കാര്യമാക്കാൻ നിൽക്കണ്ട. എന്നോട് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ വാങ്ങിച്ചോണ്ടാ ഞാൻ പറഞ്ഞാണോ? അത് ചെയ്താ പോരായിരുന്നോ? അപ്പോഴാണ് മുതലാളി വിളിച്ചത് തന്നെ. എന്നാ പോയി വാങ്ങിച്ചോണ്ടോ ചെല്ല്. അത് തിരിച്ചു വരുമ്പോ ഒരു ഓട്ടോ വിളിച്ചു പോന്നാ മതിയെ. അയ്യോ ഓട്ടോ ടാക്സി പ്ലെയിന് വേടാ. നടന്നു വന്നാ മതി. ഫ്രെഡി ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ അതെല്ലാം ചുമന്നുകൊണ്ട് പതുക്കെ നടന്ന വേടാ. ശരീരം ഒന്ന് അനങ്ങട്ടാ. ഒന്ന് കയറ്റി പെരത്തിങ്ങനെ ഇരിക്കല്ലേ. പോടാ പോടാ. ഒന്ന് മിഴിക്കാതെ അനങ്ങനെ പോണണ്ട. ആളായി ജൂലിക്ക് അറിയാമോ? ഇവ നമ്മളെ ക്യൂട്ടിയുടെ ബിസ്ക്കറ്റ് അടിച്ചു മാറ്റി തിന്നുന്നുണ്ട്. ഞാൻ ഒരിക്കൽ നോക്കിയപ്പോ ആ ഡപ്പയ്ക്കകത്ത് അവിടെ ഇരുന്ന് വെട്ടി വിഴുങ്ങണം. അതിനെന്താ കുഴപ്പം? അതിപ്പോ ഫ്രെഡി കഴിക്കാറുണ്ട്. ഞാൻ കഴിക്കാറൊന്നുമില്ല. ആര് പറഞ്ഞു? ഫ്രെഡി എത്രയോ പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അത് വലിയ ബിസ്ക്കറ്റ്. ഇത് ABCD ബിസ്ക്കറ്റ് ആണോ കഴിക്കുന്നത്? എന്റെ ഫ്രെഡി ആ ബിസ്ക്കറ്റ് ഇവിടെ ഞാൻ കഴിക്കാറുണ്ട്, കുട്ടികൾ കഴിക്കാറുണ്ട്, ഫ്രെഡി കഴിക്കാറുണ്ട്. ചുമ്മല്ല വളർത്തി വളർത്താക്കി ചുമ്മല്ല തലക്കൂട് ഏതെക്കൂട് തലക്കകത്ത് നീ ഇറങ്ങുമോ നോക്കോ. നമ്മൾ കഴിക്കുന്ന സാധനത്ത് അവൻ കഴിച്ചാൽ ദഹിക്കൂലേ? അത് കൊള്ളു. ഓറഞ്ച് അടിച്ചോ? ഓറഞ്ച് ഇതാരത്? ഇത് മമ്മേ. അപ്പൊ ഇതോ? ഇത് പപ്പ. അപ്പൊ ജാനിയും ചെന്നൈക്കെ എവിടെ? ചിരിക്കണോ? ഞങ്ങളില്ലേ? ഞങ്ങളെന്താ വരയ്ക്കാത്ത? ഞങ്ങൾ വരയ്ക്കും. ഇപ്പുറത്ത് ഞങ്ങൾ വരയ്ക്കും. ജോനയും ജോജോനൊക്കെ വരയ്ക്കും. വരയ്ക്കാൻ ഇപ്പുറത്തെ പേജ് വരയ്ക്കണം, അടുത്ത പേജ് വരയ്ക്കണം, അല്ലെങ്കിൽ ഇവിടെ വരയ്ക്കണം. ഇവിടെ സ്ഥലം ഉണ്ടല്ലോ. ഇവിടെ സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ വരച്ചു കഴിഞ്ഞിട്ട് വരയ്ക്കാം. ഓക്കെ മതി. അമ്മോ ഇതിൽ ക്യൂട്ടി എവിടെ? ക്യൂട്ടിനെ ഞാൻ വരയ്ക്കാം. ഞാൻ വരയ്ക്കാം. എന്നാ പിന്നെ വരയ്ക്കാം. ഞങ്ങൾക്കും ഉണ്ട് കേട്ടോ ബുക്സ് ഒക്കെ. ഞങ്ങളും വരയ്ക്കും. അപ്പൊ ഞാൻ വരയ്ക്കാൻ സമ്മതിക്കൂല തന്നെ. അടിക്ക്, കളർ അടിക്ക്. ഒരാള് പപ്പനെയും മമ്മേനെയും വരച്ചാണ് നോക്കി. ക്യൂട്ടി ഇതിലേതാ? പപ്പ ഏതാണ് ക്യൂട്ടി? ഏത്? ഇതോ? ഇത് പപ്പ മെലിഞ്ഞു പോയല്ലോ. ഓ പപ്പ പപ്പോയ് അണ്ണ പപ്പയുടെ പഴയ ഫോട്ടോ കാണണമെങ്കി വാ. ഇല്ലാണ്ടങ്ങ് മെലിഞ്ഞു ഇല്ലേ? പപ്പയുടെ പണ്ടത്തെ ഫോട്ടോ ഉണ്ടെങ്കി വാ.
എന്താ പപ്പയുടെ പണ്ടത്തെ ഫോട്ടോ കാണണോ? പോട്ടെ ആ. ഇവിടെ ഇതാരും കളിച്ചേ അതിനകത്ത് പപ്പ ഏതാണ് തൊട്ട് കാണിച്ചു കൊടുത്തേ? അതാണാ? അയ്യോ നല്ല സ്ലിം പപ്പ. ആ ഇതാര് ഇതാര്? മമ്മ. ക്യൂട്ടിയുടെ വരക്കി വരക്കി പപ്പ കാണട്ടെ കേട്ടാ. ഞാൻ വരയ്ക്കട്ടെ? ഞാൻ വരയ്ക്കാം. ആര് പറഞ്ഞത്? എന്ത് ക്യൂട്ടി എടുത്തോണ്ട് അകത്ത് പോ. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാലേ കുട്ടിച്ചാത്തരെന്ന് പറഞ്ഞ് മറച്ചു വെച്ചോളെ. എന്ത് സാധനം കൊണ്ട് മറച്ചു വെക്കണം. ആ എന്തെങ്കിലേ രണ്ടേരും വളരെ സന്തോഷം. കാണാം. റെഡിയേ അവിടെ നിൽക്കടാ. ഞാൻ അകത്തോട്ടത്ത് കാണട്ടാമേ. അവനെ വാ. എന്തിനാന്തോ എടാ റെഡിയേ, നീ എന്തോടാ ഞാനും കൂടെ വന്ന് കേറി തരുമ്പോ നീ എന്നെ ഓടിച്ചുവിടാൻ നോക്കുക? അങ്ങനെയൊന്നുമില്ല. ആഹാ എല്ലാരും ഉണ്ടല്ലോ. അവനെ നമ്മൾ ചെറുതെന്തി ഞാൻ പറഞ്ഞില്ലേ അതിനിപ്പോ കൊടുക്കണില്ല. ഗോവയ്ക്ക് പോയി. അത് ശരി. പിന്നെ ജൂലി എന്തി? അകത്തോണ്ട് വിളിക്കണോ? ആ അങ്കിളെ ഓ എന്തുണ്ടെങ്കിലേ വിശേഷം? നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു. പിന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ട് വിശേഷമൊക്കെ? ഓ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗോവന് അമ്മയൊക്കെ വിളിക്കാറുണ്ടോ? വിളിക്കാറുണ്ട്. ആ വിളിക്കാം. അവിടെ എന്തുണ്ട് വിശേഷം? അവിടെ നല്ല വിശേഷം. അങ്കിൾ ചായ എടുക്കട്ടെ? ആ ചായ വേണ്ട. അല്ലെങ്കിൽ വേണ്ട, ഒരു ചായ എടുത്തു. പെട്ടെന്ന് വേണ്ട, സാവകാശം മതി. നല്ലവണ്ണം ചൂടൊക്കെ ആക്കി പാലൊക്കെ നല്ലവണ്ണം വേവിച്ച് ഇച്ചിരി ആറ്റിയൊക്കെ സമാനത്തെ എടുത്തോണ്ട് വന്നാൽ മതി. ധൃതിയില്ല, ഇച്ചിരി ഇരിക്കും ഇവിടെ. ഒരു ഏലക്കം കൂടെ പൊടിച്ചിട്ടോ? വേണം, നല്ലതാ. ഇച്ചിരി ഏലക്ക പൊടിച്ചിട്ടാ നല്ലതാ. ഇന്ന് ആറ്റി തണുപ്പിച്ചു കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഈ ചൂട് എനിക്ക് വലിയ പ്രശ്നമാണ്. സാവകാശം വന്നാ മതി കേട്ടോ. എടാ നിന്നോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വന്നതാ. അല്ലെ പിള്ളേരവിടെ നിന്നോട്ടെ. നിനക്കും കുടുംബത്തിനും യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു പ്രോപ്പർട്ടിക്ക് ഒരു പാർട്ടി ഒരു വില പറഞ്ഞിട്ടുണ്ട്. അത് കൊടുക്കുന്നോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ വന്നതാ. അതിപ്പോ കാര്യം മോനൊക്കെ തന്നെ. പക്ഷെ ഇവനെ കൊണ്ട് ഇന്നേ വരെ 5 പൈസയുടെ ഗുണം ഈ കുടുംബത്തിനുണ്ടായിട്ടില്ല. പിന്നെ വിൽക്കാന്നൊക്കെ പറഞ്ഞ കുറച്ചുകൂടെ നിക്കട്ടെ, പിന്നെ ആലോചിക്കാം. പോയപ്പോ ഇടാ യമന്റെ കാര്യമല്ലേ ഈ പറയുന്നത്? പിന്നെ ആരാര്യം? കഴിഞ്ഞ ദിവസമേ ഈ പുരാവസ്തു കച്ചവടമായിട്ട് ബന്ധപ്പെട്ട് ഒരു സ്വിറ്റ്സർലൻഡ് ടീമായിട്ട് ഞാനൊന്ന് പരിചയപ്പെട്ടാൽ. മലയാളികളാണ്. അവരവിടെ സെറ്റിൽഡാ. അപ്പൊ അവിടെ താമസിക്കാൻ അദ്ദേഹത്തിന്റെ മകൾക്ക് ഒരു ചെറുക്കനെ വേണം. ഒരു മലയാളി പയ്യനെ വേണം. ചോദിക്കുന്ന പൈസ ഇങ്ങോട്ട് തരും. 5 ലക്ഷം സ്വിസ് ഫ്രാങ്ക്. എത്രയെന്നറിയോ? ഇന്ത്യൻ മണി 4 കോടി രൂപ. ആലോചിക്കണം. നിങ്ങളെ ഞാനോക്കെ, പക്ഷെ അങ്ങള് ജോലിയുടെ അടുത്ത് പറയാൻ സമ്മതിപ്പിക്കണം. ഇവിടെ നിന്റെ കാര്യമല്ലെന്ന്. പിന്നെ അങ്ങളെ എനിക്ക് കാര്യം മനസ്സിലായി. പപ്പ എന്നെ കുറച്ച് പറയണത്. പപ്പ നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ട് സ്വിറ്റ്സർലാൻഡ് അവിടെ പോയിട്ടാണ് ഞാൻ സാക്രിഫൈസ് ചെയ്ത് പണിയെടുത്ത് ഞാൻ ജീവിച്ചോളാം. എനിക്കൊരു കുഴപ്പമില്ല. ജോ പാസ്പോർട്ട് സെറ്റ് ആണല്ലോ അല്ലേ? അപ്പൊ ഗ്രേസാ? അത് സാരല്ലോ അപ്പ. ഗ്രേസിന് എന്നെ അത്ര ഇഷ്ടം. പറഞ്ഞ മനസ്സിലാവും, കാര്യമൊക്കെ പറഞ്ഞ മനസ്സിലാവും. എടാ നിന്റെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്? പിന്നെ ആരുടെ കാര്യം? ഡഗ്ലസിന്റെ കാര്യം പറഞ്ഞു വന്നത്. പേടിയാ ഡഗ്ലസിന് 4 കോടി. എടാ നീ വന്നേ ഞാൻ പറയട്ടെ. സിംഗിളാ വിശന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. ഇവിടെ ഒന്നിരിക്കും. അവന് ഇത്രയും വിലയുണ്ടെന്ന് അവനറിയത്തില്ല. അവന് നമുക്ക് സ്വിറ്റ്സർലൻഡിലേക്ക് പറഞ്ഞു വിടാം. എന്നിട്ട് കിട്ടുന്ന പണം നമുക്ക് 2ആയിട്ട് പിരിച്ചെടുക്കാം. നീ സാവകാശം ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്തിട്ട് എന്നെ ഒന്ന് വിളിക്കും. ഓക്കെ 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 മക്കളെ പോട്ടെ എന്നാ. ശരി അങ്കിളെ. എന്താ കണ്ട് വിളിക്കണം വല്ലപ്പോഴൊക്കെ. ശരി എന്നാ. നടക്കില്ല പപ്പ. നടക്കൂല. എന്ത്? ഡഗ്ലസിനെ വിൽക്കാൻ പറ്റില്ല. ഡഗ്ലസുകളെ വിറ്റിട്ട് ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ ക്യാഷിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരാളെ ബലിയാടിയാക്കിട്ട് ഇതിനെ കൊടുക്കാം, പക്ഷെ ഡഗ്ലസുകളെ കൊടുക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഇതിനെ കൊടുത്താൽ എന്നാലും വേണ്ടിയില്ല. ഇതിനെല്ലാത്തിനും കൊടുത്തു വന്നാലും വേണ്ടില്ല. അത് ഈ 3 കൊടുക്കല്ലേ? നിങ്ങളിവിടെ ഇരിക്കും. പപ്പ ഒരു കാര്യം പറയട്ടെ. ഇരിക്കേ. ഇല്ല പപ്പ അത് നടക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും
ഇരി. കഴിഞ്ഞ ആഴ്ചയെ നിങ്ങൾ എല്ലാരും കൂടെ വന്നിട്ട് എന്റെ അടുത്ത് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു. എന്തായിരുന്നു? എന്തോടാ? PS5 PS5 PlayStation PlayStation ഗെയിം. അതിന് എത്ര രൂപ അറിയോ? 60-70 രൂപയല്ല, എത്ര? 70,000. നീയാ? സ്കൂട്ടി. സ്കൂട്ടി. നിനക്കാ? iPhone 13 Pro Max. എത്ര രൂപ അറിയാ? 1.25 ലക്ഷം രൂപ. 1.25. കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. നിനക്കടാ? ഹാർലി. എന്ത് ഹാർലി? എത്ര രൂപ? എങ്ങനെ വാങ്ങിക്കൂടെ? പപ്പ പൈസ തരും. പപ്പേനെ എവിടെ ഇരിക്കുന്നു? ആരെ ഇരിക്കുന്ന പൈസ? എടാ, അതൊക്കെ വാങ്ങാനുള്ള ഏക മാർഗം ഇതാണ്. പറ, അവൻ കടൽ കിടന്നാ ഇതൊക്കെ കിട്ടും. എന്ന് പറയണ ഇപ്പൊ ആലോചിച്ച് തീരുമാനം. എനിക്കൊന്നും പറയും അല്ലേ? വേണ്ട, വിട്ടളെ. ഞാൻ ബസ് പറയാം. അപ്പൊ എന്തൊക്കെ പറഞ്ഞ നമ്മള് നിൽക്കുന്നല്ലോ, വിടുകയല്ലേ, നമ്മൾ നല്ലൊരു സ്ഥലത്തോട്ട് വിടുകയല്ലേ. അതാണ് ഡഗ്ലസ് അങ്കിളിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയൊരു ലൈഫ് ചേഞ്ച് ആണ്. അല്ല, നമ്മള് ഡഗ്ലസ് അങ്കിളുടെ ഭാവി ആലോചിച്ച് ചെയ്യുവാണെങ്കിൽ അത് നല്ല safe കാര്യമാണ്. ആണ്. പിന്നെ നമ്മള് ഡഗ്ലസ് അങ്കിളിനെ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്, അത് സ്വിറ്റ്സർലൻഡിലോട്ട്. ഡഗ്ലസ് അങ്കിളിന് വലിയ ആഗ്രഹങ്ങളൊക്കെ കല്യാണം വേണമെന്നൊക്കെ നമ്മളായിട്ട് തടയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമുക്ക് വിടാല്ലേ? അത് നല്ലതായിരിക്കും പപ്പ, നല്ലതായിരിക്കും. പപ്പ PlayStation ലേറ്റസ്റ്റ് ലേറ്റസ്റ്റ് അല്ല, പക്ഷെ മമ്മ അറിയില്ല. മമ്മ അടുത്ത് ആരാ പറയുന്നേ? ഒന്നും അറിയേണ്ട ആവശ്യമില്ല. ആവശ്യം പപ്പ ഹാർലി 15 ലക്ഷം ഉണ്ട്. ഓക്കെ അല്ലേ? നല്ല മക്കൾ. പപ്പയുടെ മക്കള്. ജൂലി, ചായ ഇപ്പൊ തരാം. അങ്കിള് പോയി. പോയോ? ഓ, എന്താ ചായ കുടിക്കാണ്ട് വിട്ടത്? ഞാൻ ചായ എടുക്കല്ലായിരുന്നോ? അങ്കിള് വന്നെന്നിരുന്നറിയോ? എന്തിനാ വന്നത്? ഒരു കല്യാണ ആലോചന അങ്കിള് വന്നത്. ആർക്ക്? നമ്മുടെ ഡഗ്ലസിനെ അങ്ങ് സ്വിറ്റ്സർലൻഡിൽ നിന്ന്. ആണോ? ആ, പെണ്ണ് നേഴ്സ്. കെട്ട് കഴിഞ്ഞാ അപ്പൊ തന്നെ ഡഗ്ലസിനെ കൊണ്ടു. ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു. പിന്നെ എന്താണ് നിന്റെ അഭിപ്രായം? നല്ല കാര്യമല്ലേ? അവരെങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. പാവം, എത്ര കാലമായിട്ട് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുക. പാവം, എന്റെ മോനെ രക്ഷപ്പെട്ടാ മതിയായിരുന്നു. മോനോ? നല്ലത് എന്റെ മോനല്ലേ. എനിക്ക് അവനെ മോനെ പോലെ അല്ലേ? ഓഹോ. ആ, എന്നിട്ട് നേരത്തെ അങ്ങനെയൊന്നല്ലോ കാണിച്ച. അത് തെറ്റെന്നെ വഴക്ക് പറയും. തെറ്റ് കണ്ട് കുട്ടികൾ കത്തി അടിച്ച് മാതാപിതാക്കൾ വഴക്ക് പറയും. സ്വാഭാവികമല്ലേ? റെഡിക്കപ്പ അവന് ഇഷ്ടമാണല്ലേ? പിന്നെ എനിക്ക് അവൻ ഇഷ്ടമല്ലാതെ. ഞാൻ വിചാരിച്ച എപ്പോഴും വഴക്ക് പറയാൻ. അപ്പോഴേ ചുലി, ആ അവനെനിക്ക് എന്റെ മൂത്ത മോനെ പോലല്ലേ. പിന്നെ അവിടെയൊക്കെ പോകുമ്പോഴേ ഇംഗ്ലീഷ് സംസാരിക്കണം. പിന്നെ ആ പേരും പറഞ്ഞ് കല്യാണം വല്ലതും മുടങ്ങിക്കഴിഞ്ഞാ അപ്പൊ ഞാൻ പഠിപ്പിക്കട്ടെ? വേണ്ട, ഫ്രെഡി പഠിപ്പിക്കണ്ട, ഞാനും പിള്ളേരും കൂടെ പഠിപ്പിച്ചോളാം. ഓക്കെ, അപ്പൊ അങ്ങ് ചെയ്യല്ലേ? മുടങ്ങരുതല്ലോ ഒറ്റക്കാര്യം കൊണ്ട്. നന്നാവട്ടെ, അവന് നല്ലത് വരട്ടെ. നല്ലതേ വരുള്ളൂ, പാവല്ല. അവന് നല്ലതേ വരൂ. ആ ഫ്രെഡി ചായ ഫ്രെഡിക്ക് വരട്ടെ എന്നാ? വേണ്ട, അവന് നല്ലതേ വരും. അവനുണ്ട് നമ്മൾ. അതാവേ, നടന്നാ മതി. പെട്ടെന്ന് വാടാ, പെട്ടെന്ന് വാ. അയ്യോ, ഞാൻ എന്തോ കാണുന്നത് മോനെ. നീ ഇടാ വാ. വേർത്ത് കുളിച്ച് ഇടാ. നിനക്ക് ഓട്ട പിടിച്ച് വന്നുകൂടായിരുന്നാടാ? മുതലാളിയില് പിന്നെ കുറച്ചു നേരത്തെ പറഞ്ഞു എന്റെ അടുത്ത് ഓട്ടോ പിടിക്കില്ല, നടന്നു കൊണ്ടുവരാൻ. എടാ, ഞാൻ ദേഷ്യമെന്ന് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ നീ ഈ കടുങ്കൈ ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ച. ചായ വല്ലതും കുടിച്ച വഴിയെന്ന്? ചായ കുടിച്ച മുതലാളി വഴക്ക് പറയില് 10 രൂപ കൊണ്ട് കളയണമെന്ന് ചോദിച്ചിട്ട്. എന്തോന്നാടാ നീ ഇങ്ങനെ പറയണത്? നീ ഇന്നലെ അല്ലടാ എന്നെ കാണാൻ തുടങ്ങിയത്. വാ ചേട്ടൻ ചായ ഇട്ട് തരാം. ചേട്ടനാ? വാ വാ. അല്ല മോനെ, അതെ നിനക്ക് ഒരു കല്യാണ ആലോചന വന്നു. കല്യാണാലോചന? ഓ, ഞാനും ഉറപ്പിച്ചു. എവിടെ? എടാ, സ്വിറ്റ്സർലൻഡിൽ നിന്നടാ. സ്വിറ്റ്സർലൻഡിൽ നിന്ന്, വിദേശത്ത്. എടാ, ഞാൻ അവിടെ ഒന്നും പോകൂല. മോനെ, കെട്ടിക്കഴിഞ്ഞാ നിന്നെ കൊണ്ടുപോകൂടാ.
അതന്നെ ഞാൻ പറഞ്ഞ, ഞാൻ ഈ വീട്ടിട്ട് വരണം വേറെ എവിടും പോയൊന്നുമില്ല. അയ്യോ നിനക്ക് അവിടെ എന്തെല്ലാം കൊണ്ടെന്നറിയാം. ഇവിടുത്തെ പ്ലെയിനിൽ കയറാം, പിന്നെ എന്തെല്ലാം വിദേശ രാജ്യങ്ങളൊക്കെ ഇത് കാണണ്ടേടാ. എനിക്ക് ഒരെണ്ണം ഒന്നും കാണും വേണ്ട, പ്ലെയിനിലും കയറണം. എനിക്ക് ഇവിടെ വന്നാൽ മതി. എടാ പണം മോനെ, നീ പോയാല് നീ രക്ഷപ്പെടും. എന്തോന്ന് മുതലാളി? ചായ കെട്ടിയരാ ഇട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം. ഇത് വേണ്ട, എന്റെ തല വെച്ചാ, നീ എന്റെ തല വെച്ചാ. ഈ മുതലാളി നീ വേണ്ട, ഞാൻ എടുത്തോളാം. ഇല്ല നീ എടുക്കില്ല. ഇത്രയും ദൂരം നീ കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടും മുതലാളി വേണ്ടെന്ന് മുതലാളി മുതലാളി അവിടെ പണി ചെയ്യും മുതലാളി. ഇതൊന്നും താങ്ങൂല. ചായ തരാം. ഓക്കെ, അപ്പൊ ഇത്രയും പഠിച്ചില്ലേ? ആ, ഇനി അത് പറ. അതേപോലെ തിരിച്ചു പറയാനെടുത്ത്. ഓക്കെ, ഓക്കെ. പറ. വാട്ട്സ് യുവർ നെയിം? ഡഗ്ലസ്. അത് സെന്റൻസിൽ പറയാം. സെന്റൻസ് ഗ്രാമർ യൂസ് ചെയ്ത് പറ. മൈ നെയിം ഈസ് മൈ നെയിം ഈസ് ഡഗ്ലസ്. ഡഗ്ലസ്. യെസ്. നല്ല സ്റ്റേൺ ആയിട്ട് നല്ല കോൺഫിഡൻസോടെ പറയണം. മൈ നെയിം ഈസ് ഡഗ്ലസ്. അയ്യോ, അത്രയും വേണ്ട. വേണ്ട, കുറച്ച് ഡൗൺ ആക്കാം. ഇങ്ങനെ ഇങ്ങനെ. മൈ നെയിം ഈസ് ഡഗ്ലസ്. മൈ നെയിം ഈസ് ഡഗ്ലസ്. ഓക്കെ. ഇനി ഹൗ ഓൾഡ് ആർ യു? സുഖം. ഹൗ ആർ യു അല്ല, ഹൗ ഓൾഡ് ആർ യു? എത്ര വയസ്സായെന്ന്? 38. ആ, സെന്റൻസ് സെന്റൻസ്. സെന്റൻസ് ഡഗ്ലസ് ആണല്ലേ? ഐ I ആം. am എത്ര വയസ്സായി? 38 38. വയസ്സായി. വയസ്സിന്റെ ഇംഗ്ലീഷ് എന്താ? വയസ്സ്. ഇയേഴ്സ്. Years. 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 ഓൾഡ്. Old. ഒന്നുകൂടെ ഒരുമിച്ച് പറഞ്ഞേ. ഐ ആം. I am 38 ഇയേഴ്സ് years old. old. ഐ ആം 38 years old. പിന്നെ വേർ ആർ യു ഫ്രം? ഫോർട്ട് വെച്ച്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല, സെന്റൻസോടെ പറ. ഐ ആം ഫ്രം. I am from ഫോട്ടോ വെച്ച്. ഫോർട്ട് വെച്ച്. ഒന്നുകൂടെ പറഞ്ഞ്. വേർ ആർ യു ഫ്രം? എവിടെയും സ്റ്റോപ്പ് ചെയ്യാതെ പ്രോപ്പർ ആയിട്ട് ഫ്ലോയിൽ പറ. ഒറ്റ ഫ്ലോയിൽ. വേർ ആർ യു ഫ്രം? I am from ഫോർട്ട് വെച്ച്. ഓക്കെ. ഇനി തീർന്നിട്ടില്ല. വാട്ട് ഡു യു ലൈക്ക് ടു ഡു വെൻ യു ആർ ഫ്രീ? വെറുതെ ഒഴിവ് സമയങ്ങളിൽ ഡഗ്ലസങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒഴിവ് സമയം കിട്ടാറില്ല. ഒഴിവ് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യും? കിട്ടുമ്പോ ഞാൻ ഉറങ്ങും. എന്റെ ഡഗ്ലസങ്ങളെ കുറിച്ച് ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കുക. ഉറങ്ങൊന്നുമല്ല, വേറെ എന്തെങ്കിലും പറയൂ. ക്രിയേറ്റ് ആയിട്ട് ഉറങ്ങാം. ഇത് നടക്കൂല കേട്ടാ, ഇത് നടക്കുമെന്ന് തോന്നുന്നില്ല, ഒരിക്കലും നടക്കൂല. എന്നാ നമ്മൾ നടത്തിക്കും. നടത്തും നമ്മൾ നടത്തും. ഡഗ്ലസങ്ങളുടെ സിനിമ ആണെന്ന് ഭയങ്കര ഇഷ്ടമല്ലേ? പിന്നെ അത് പറഞ്ഞൂടെ? അത് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അല്ലേ? അതെ. ഐ ലൈക്ക് ടു വാച്ച്, അല്ലെങ്കിൽ ഐ ഡു വാച്ച് മൂവീസ്. ഐ ഡു വാച്ച് മൂവീസ്. മൂവീസ്. വാച്ച് എന്തിനാ? വാച്ച് എന്ന് വെച്ചാൽ കാണുക. കാണുക. കാണുക എന്നുള്ള വാച്ച്. ഞാൻ സിനിമകൾ കാണും. ഞാൻ സിനിമ കാണും. അത് ഇംഗ്ലീഷിൽ പറ. ഐ ഡു വാച്ച് മൂവീസ്. മൂവീസ്. ഐ ഡു വാച്ച് മൂവീസ്. ഇനി ഒരുമിച്ച്. ഐ ഡു വാച്ച് മൂവീസ്. കുറച്ചുകൂടി ഒരു ഫ്ലോയില് ഐ ഡു വാച്ച് മൂവീസ്. ഇത് വേണ്ട, കൈ വേണ്ട. ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ഇനി ഹൗ ആർ യു? അതിപ്പോ നമുക്കറിയാം സുഖം. ഇംഗ്ലീഷിൽ പറയൂ. ഹൗ ആർ യു? ഐ ആം. What are you? I'm fine. I am fine. Thank you. What about you? അപ്പൊ ഞാൻ പറയും ഐ ആം ഫൈൻ, താങ്ക് യു ഡഗ്ലസ് അങ്കിൾ. തിരിച്ച് ചോദിക്കുവാണ്, താങ്കൾക്ക് സുഖമാണോ എന്ന് ചോദിക്കുക. എനിക്ക് സുഖം, താങ്കൾക്ക് സുഖമാണോ? ഡഗ്ലസ് അങ്കിൾ സുഖമാണോ? ഡഗ്ലസ് അങ്കിൾ പറയും എനിക്ക് സുഖമാണ്, നന്ദിയുണ്ട് ചോദിച്ചതിന്. താങ്കൾക്ക് സുഖമാണോ? അവൾ അങ്ങനെ ചോദിക്കില്ലേ? അത്രയും ചോദിക്കണം. കൺഫ്യൂസ്ഡ് ആയി അതെ. കുറേശ്ശെ പറ. ഓക്കെ. അപ്പൊ ഹൗ ആർ യു?
സുഖമല്ല അങ്കിളെ, ഫൈൻ. ഞാൻ ഇറങ്ങി പോവട്ടോ അങ്കിളെ. കുഴപ്പമില്ല, പറ്റും പറ്റും. ഡഗ്ലസ് അങ്കിളിനെ കൊണ്ട് പറ്റും. ശ്രദ്ധിക്ക് ശ്രദ്ധിച്ച്. അങ്കിളെ കൊണ്ട് പറ്റില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടും പറ്റില്ല. പറ്റും പറ്റും. യെസ്. ഹൗ ആർ യു? I am fine. Yes. Thank you. Thank you. What about you? What about you? ഓക്കെ ഏറെക്കുറെ ഓക്കെ. കൊള്ളാം. ഹലോ. ആ എൻട്രിങ്ങളെ. അല്ല, നേരത്തെ വിളിച്ചപ്പോഴേ ഞാൻ ബാത്റൂമിലായിരുന്നു. എന്താ വിളിച്ചേ? ആണോ? നാളെ വരൂ.